അങ്ങോട്ടല്ലേ? ട്രാഫിക് അങ്ങോട്ട് അതിലൂടെ വരുമ്പോൾ ട്രാഫിക് ഉണ്ടായിരുന്നു. ആ പുതിയ ടർബോ മാരുതി അതിന് മുമ്പേ ബലേനോ അല്ലേ? ഇതിന് ഹൈബ്രിഡ് വരുന്നുണ്ടോ? ഇതിന് ഹൈബ്രിഡ് ഉണ്ട്. അത് മൈൽഡ് ഹൈബ്രിഡാ? 1 ലിറ്ററിൽ വരുന്നില്ല, നമുക്ക് 1.2 എന്നാലും കുറച്ചും കൂടി മൈലേജ് എഫിഷ്യൻസിയും കാര്യമൊക്കെ കിട്ടുന്നുണ്ടെന്ന് അതിലേക്കാക്കി. മൈൽഡ് ഹൈബ്രിഡിന്റെ കോൺസെപ്റ്റ് ഇപ്പം നിലവിൽ ഇല്ല. ഒന്നിക്ക് നോർമൽ ഹൈബ്രിഡ് അല്ലെങ്കിൽ ജസ്റ്റ് സ്മാർട്ട് ഹൈബ്രിഡ് എന്നുള്ള ആ 2 ഓപ്ഷൻസ് ഉള്ളു ഇപ്പോൾ. അങ്ങനത്തെ ഒരു പ്രിഫറൻസ് ഉള്ള ആൾക്കാർക്കാണ്. അല്ലാണ്ട് പ്രായമുള്ള ആൾ നോക്കുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ഗോ ഫോർ 1.2 ഓൺലി. മൈലേജ് വൈസും അതൊക്കെ നോക്കുമ്പോഴേക്ക് നിങ്ങൾ നോക്കുന്നെങ്കിൽ കമ്പനി പറയുന്നത് തന്നെ ഓൾമോസ്റ്റ് 16 ആണ്. ബട്ട് ഇൻ ആവറേജ് 10 to 12 കിട്ടിയാലായി. അതും പിന്നെ ഈ വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ആരും നോർമൽ സ്പീഡിൽ ഓടിക്കാൻ നിൽക്കുക അറിയാണെങ്കിൽ ഓടിച്ച് പോകുമ്പോഴേക്ക് മേ ബി അതിൽ കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. ബിലോ 10 എക്സ്പെക്ട് ചെയ്താൽ മതി.
ഓഫീസിൽ ആരും ഇല്ല, എല്ലാവരും ഒരു ഇന്നലെ ഒരു ചെറിയൊരു ടൂറിന് പോയിട്ടാണ് ഉള്ളത്. ഈ കൗൺസിൽ നിന്നെല്ലാം പെർമിഷൻ വാങ്ങിയിട്ട് ഇനി ഇന്ന് പെട്രോൾ അടിക്കണം എന്ന് ചോദിച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസും കൂടി അതാണ്. നല്ലൊരു വണ്ടി ഈ ബലേനോ എടുക്കുന്നതിൽ ഒരു വലിയ വിഭാഗം ആൾക്കാർ ഇതിലേക്ക് പോകുന്നുണ്ടല്ലോ ഇപ്പൊ വരുന്നത്. ഇപ്പൊ മാർക്കല്ല, ഇപ്പം ഓൾറെഡി ഇവിടെയൊക്കെ അത്യാവശ്യം കാണാൻ തുടങ്ങി. റോട്ടുമിൽ ഫ്രോൺസ് കുറെ മോഡൽ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. വണ്ടിട്ട് ഞാൻ പറഞ്ഞ പോലെ പെർഫോമൻസ് മാത്രം നോക്കുന്ന ആൾക്കാരാണ് അതിൽ നോക്കുന്നത്. നമുക്ക് ഫാമിലി അതൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതൊക്കെ നോക്കണല്ലോ നമ്മളെ. സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നതിന് ബെറ്റർ ഫസ്റ്റ് എടുക്കുന്നതാണ് നല്ലത്. അതെ അതെ, കണ്ണൂർ. കൊള്ളാം. ഒരു സാധാരണ മാരുതി കാർ പോലെ അല്ലല്ലോ, ടർബോ ഉള്ളതുകൊണ്ട്. ഇനീഷ്യൽ 2023 ഒരു ബാക്കപ്പ് ആയിട്ടുള്ള ഇതായിരുന്നു. ഇനി 2025 ഇന്നും കുറെ പുതിയ പുതിയ മോഡൽസ് ആക്ച്വലി മാരുതി തന്നെ ലോഞ്ച് ചെയ്യാൻ പോകും. സ്വിഫ്റ്റിൽ ഇനി വരുന്നതിൽ ടർബോ ഉണ്ടാവുമോ? സ്വിഫ്റ്റ് ടർബോ അല്ല, ഹൈബ്രിഡ് വരാനുള്ളത്. ഓൾറെഡി ഡൽഹിയിലെ എക്സ്പോ 2023 എക്സ്പോയിൽ ഓൾറെഡി എന്ന് ഡെമോ വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ കമ്പനി ഇന്നുവരെ അനൗൺസ് ചെയ്തില്ല അവർ എപ്പോൾ ലോഞ്ച് ചെയ്യാൻ നിൽക്കുന്നില്ല. ഹോപ്പ്ഫുള്ളി ഈ വർഷം ഉണ്ടാവും. അത് എപ്പോഴാണെന്നുള്ളത് കമ്പനി തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. ബൈക്കിൻ്റെ ഇടയിൽ തന്നെയാണ് കയറ്റിയിട്ട് റിവേഴ്സ് എടുത്ത് നോക്കണോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം വേറെ ആരെങ്കിലും വരും ഡ്രൈവിന്. അതില്ലേ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് വയർലെസ് ചാർജിങ്ങും ഇതെല്ലാം ഉണ്ടാവും.